സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വടകരയിലെ പെൺ പോരാളിയാണ് എന്നോടൊപ്പം ഉള്ളത്, കെ രമ. രമ, ഇപ്പോൾ വടകര സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് മാറി മാറി വന്നു. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിപ്പോൾ ഷാഫി പറമ്പിൽ തരംഗമാണ് എന്ന് ഷാഫി അവകാശപ്പെടുന്നു, UDF അവകാശപ്പെടുന്നു. ഇപ്പോൾ ഷാഫിയുടെ പ്രസംഗങ്ങളൊക്കെ വൈറലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വടകരയിലെ ഇത്തവണത്തെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? വടകരയിൽ കഴിഞ്ഞ 5 വർഷം 3 ടേമും 15 വർഷവും ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ് ഈ പ്രാവശ്യവും വടകരയിലുള്ളത്. ഒരു മാറ്റവും വടകരയിൽ ഉണ്ടാവില്ല. വടകരയിൽ ഷാഫി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു മണ്ഡലമാണ്. നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക, അത് സാധ്യമാകുമെന്ന് കെ ശൈലജ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പാർട്ടിയും ആ രൂപത്തിലാണ് കാണുന്നത്. കാരണം വലിയ സ്വീകാര്യതയാണല്ലോ കെ ശൈലജ എന്ന മന്ത്രിക്ക് കിട്ടിയ സ്വീകാര്യത മറ്റ് CPM നേതാക്കളേക്കാൾ കൂടുതലായി ശൈലജയ്ക്കുണ്ട് എന്നൊരു വിലയിരുത്തൽ ശൈലജയെ വടകരയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ രമ അത് അങ്ങനെയല്ല കാണുന്നു തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് CPM-ലെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെക്കാളും പോലെ തന്നെ ശക്തയായ ഒരു കാൻഡിഡേറ്റ്, അങ്ങനെ തന്നെയാണ് ടീച്ചറെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, ഇവിടെ മത്സരിച്ച എല്ലാ ആളുകളും ഈ 2008 ആരംഭിക്ക് ശേഷം ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ സതിദേവി ശക്തയായ കാൻഡിഡേറ്റ് ആയിരുന്നു. ഷംസീർ ശക്തനായ കാൻഡിഡേറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം P ജയരാജൻ, അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു P ജയരാജൻ. അവരെയൊക്കെ തോൽപ്പിച്ച മണ്ഡലമാണ്. അതേപോലെ ഉള്ള ഒരു കരുത്ത് ടീച്ചർക്കുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. രമ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു, ശൈലജയെ കുരുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ പാർട്ടി ചെയ്തിരിക്കുന്നതെന്ന്. അതായത് വടകരയിൽ ജയിക്കുകയുമില്ല, ആ രൂപത്തിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ശൈലജയെ കൊണ്ടുവരുന്നു എന്ന രൂപത്തിൽ. പക്ഷെ മറിച്ചുമാകാമല്ലോ. ഇപ്പോൾ ശൈലജയെ പാർട്ടിക്ക് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ അത്ര താല്പര്യമില്ലാത്ത നേതാവ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനം ഇപ്പുറത്ത് നടക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാത്ത ശൈലജയോട് താല്പര്യമുള്ളവർ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? അല്ല, ശൈലജയ്ക്കോട് വോട്ട് ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ പറഞ്ഞയച്ചത് കൊണ്ട് ടീച്ചറെ രാഷ്ട്രീയ ഭാവി സത്യത്തിൽ അത് അടയുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ കേരളത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിൽ വനിതാ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പല കാലഘട്ടങ്ങളായി സംസാരിക്കുന്നതാണ്. അതിലൊരു പേരാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതുകൂടി ആ അധ്യായം അടഞ്ഞല്ലോ. അപ്പോൾ അതുതന്നെയാണ് P ജയരാജനെ എങ്ങനെയാണോ വടകരയിൽ മത്സരിപ്പിച്ച് രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത്, അതേ സാഹചര്യത്തിലേക്കാണ് ശൈലജ ടീച്ചറും വരാൻ പോകുന്നത്. ടീച്ചറെ തീർച്ചയായിട്ടും ഇവിടെ കുരുതി കൊടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതോടുകൂടി, കാരണം വെച്ചാൽ അതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, മട്ടന്നൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പിണറായി വിജയനേക്കാളും മുകളിൽ നിൽക്കുന്ന എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിൽ ഒരു തോൽവി ഏറ്റി കഴിഞ്ഞാൽ ആ ഒരു ടീച്ചറിൻ്റെ ഒരു പേരിന് തന്നെ മാറ്റമുണ്ടാവുകയാണ്. ഇനി ബൈ ചാൻസ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടുത്താമല്ലോ എന്നുള്ള ഈ 2 തോന്നലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചറെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഇന്നില്ല. കാരണം ഇതുപോലെ തന്നെ വേറെ ആരും മത്സരിച്ചാലും ഇവിടെ ജയിക്കാൻ അവർക്ക് കാരണം 7 നിയമസഭാ മണ്ഡലം, 6 മണ്ഡലങ്ങളും LDF ആണ് ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് അവർക്കാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ഇവിടെ. അവിടെ എന്തിനാണ് പിന്നെ അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് അവർ നിൽക്കേണ്ട ആവശ്യം? UDF-ഉം ആ തരത്തിലൊരു പരീക്ഷണമാണ് നടത്തിയതെന്ന് പറയുന്നു. കാരണം പാലക്കാട് ഇപ്പോൾ പൊരുതിയിട്ടാണ് ഷാഫി ജയിച്ചിട്ടുള്ളത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയും ശക്തനായ പോരാളിയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലക്കാട് കരയുകയായിരുന്നു, അവിടുത്തെ പ്രവർത്തകർ കരയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകേണ്ട ഷാഫി പറമ്പിൽ എന്നൊരു വിചാരം ഒരുപക്ഷെ ഇവിടെയുള്ളവർക്കും തോന്നാമല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ. ശൈലജ ടീച്ചർ ഒരു വനിതാ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണല്ലോ പറയുന്നത്. ഏറ്റവും ശക്തയായ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണല്ലോ ടീച്ചറെ അവതരിപ്പിച്ചത്. ഷാഫി പറമ്പിലിന് അങ്ങനെയല്ലല്ലോ. ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം ഇവിടെ വന്നപ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം അവർക്കുണ്ടായ സമയത്ത് അവർക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഷാഫിയെ പരിഗണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. അത് 2 തരം വിലയിരുത്തലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി, വടകര TP വധത്തിന് മുൻപ് പിൻപ് എന്ന രീതിയിലാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയത്തെ കാണേണ്ടത്. അപ്പോൾ ശൈലജ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ശൈലജ പറയുന്നത് TP വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കഴിഞ്ഞു, എല്ലാ സമയത്തും ആ ഒരു കാര്യം മാത്രമാണ് RMPക്ക് പറയാനുള്ളത്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വോട്ട് നേടാമെന്ന് കരുതേണ്ട, ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കും രക്തസാക്ഷികൾ ഉണ്ടല്ലോ എന്നൊരു കാര്യം കൂടി ശൈലജ പറയുന്നുണ്ട്. ആ രൂപത്തിൽ വടകര ഇപ്പോൾ മാറി ചിന്തിക്കാനുള്ള സാധ്യത കൂടി ഇല്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ആ മുറിവ് ഉണങ്ങിയിരിക്കാം എന്നൊരു വിലയിരുത്തൽ CPM നടത്തുന്നു.
അല്ല, ഞാൻ TP-യുടെ മുറിവ് ഒരു കാലത്തും ഉണങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. അതെല്ലാ കാലത്തും മുഴച്ചു നിൽക്കും. പക്ഷേ അത് മാത്രമാണോ പറയേണ്ടത്, അത് മാത്രമാണോ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അല്ല. നമ്മളിപ്പോഴും TP-യുടെ വിഷയം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ CPM-ൻ്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് കൂടുതൽ ആളുകളെ കൂടി ഇതിനകത്തേക്ക് വന്നതോടുകൂടി അത് സുവ്യക്തമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു തർക്കം അതിനകത്തില്ലാത്ത രൂപത്തിൽ. അപ്പോൾ അത് സ്വാഭാവികമായും ആ തലത്തിൽ അതൊരു ചർച്ച നടക്കും. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമ രാഷ്ട്രീയം CPM സ്വീകരിക്കുകയും ഈ TP-യുടെ കൊലപാതകികളെ ഉൾപ്പെടെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കേസ് നടത്തുകയും അതിനൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ. അവർക്ക് പാർട്ടിക്ക് പങ്കില്ല എന്നവർ ഈ കൊലയാളികളെ തള്ളിപ്പറയാനോ ഏതെങ്കിലും ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ പോലും തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയാവും. ഇപ്പോഴും സംരക്ഷിക്കുകയാണ്, ഇപ്പോഴും അതിനനുസരിച്ച് സംസാരിക്കുകയാണ്. അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. TP എന്നും ഇവിടെ കത്തി നിൽക്കുകയും ചെയ്യും. TP-യുടെ ഇത് ഏത് ഇലക്ഷൻ മാത്രം, അത് ഇലക്ഷനിലല്ല, എല്ലാ സമയത്തും TP ഒരു ഫാക്ടറാണ്. ശൈലജ എന്ന നേതാവ് അല്പം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരും ഈ വിഷയം അത്ര ഊന്നേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊരു പ്രതികരണം അവർ നടത്തുന്നുണ്ട്. ആ രൂപത്തിൽ പാർട്ടിയിൽ നിന്നും മാറി KK ശൈലജ എന്ന വ്യക്തി എന്ന നേതാവിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യമായിരിക്കാം ശൈലജ. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു സാധ്യത കൂടിയാണ് പാർട്ടി തേടുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി? അല്ല, അങ്ങനെ പ്രതിഫലിക്കില്ല. കാരണം ടീച്ചർ അങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ടീച്ചർ ഒരിക്കലും ഈ കൊലപാതക പാർട്ടി അങ്ങനെ നടത്തിയില്ല, പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഇത്തരം ആളുകൾ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ടീച്ചർ സംസാരിച്ചിട്ടില്ല. പിന്നെ കൊലയാളികൾ കുഞ്ഞനന്ദനെ ഉൾപ്പെടെ ന്യായീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റവും ധീരനായ പോരാളിയായിരുന്നു, പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച ആളാണ് എന്നുമാണ് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറിച്ചൊരു പ്രതികരണം ടീച്ചറുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിനെ അവർ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളതും. അതുകൊണ്ട് അതിലൊന്നും വ്യത്യസ്തമായൊരു നിലപാടൊന്നും ടീച്ചർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഷാഫി വന്നതിന് ശേഷം ഞാൻ പ്രചാരണ രീതി മനസ്സിലാക്കിയത് വലിയ പൊതുപരിപാടികളാണ്. അതിൽ വലിയ ആൾക്കൂട്ടം വരുന്നുണ്ട്, പ്രസംഗങ്ങൾ ഏറ്റെടുക്കുകയും ആവശ്യത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ശൈലജയുടെ പ്രചാരണ രീതി കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള, അപ്പോൾ അതിലൊരു പുറമേക്ക് നമ്മൾ കാണില്ല, പക്ഷേ താഴെ ഒരു വലിയ തരംഗമുണ്ടോ എന്ന് കരുതാമല്ലോ. കാരണം പാർട്ടി പഴയ സഖാക്കളെ പോയി കാണുന്നു, പേഴ്സണലായി തന്നെ വോട്ട് ചോദിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ശൈലജ എന്ന നേതാവിൽ വിശ്വാസമുള്ളവർ ഒരുപക്ഷെ ആ രൂപത്തിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണത്തിനാണ് അവർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അല്ല, അത് CPM-ൻ്റെ ഒരു സംഘടനാ രീതി അങ്ങനെ തന്നെയാണല്ലോ. ഏത് താഴെത്തട്ടിൽ മുതൽക്കുള്ള പ്രവർത്തനങ്ങളാണ്, ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഇടതുപക്ഷത്തിന്. അതും കോൺഗ്രസിൻ്റെ അല്ലെ UDF-ൻ്റെ സംഘടനാ സംവിധാനവുമായി താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥയായിരുന്നു. മുരളീധരൻ വന്ന സമയത്തും വലിയ ട്രെൻഡായിരുന്നു. അതേ സമയത്ത് ഒരു മാസത്തോളം ജയരാജൻ പര്യടനം നടത്തി. താഴെത്തട്ടിൽ ഒരു ഒന്നാം ഘട്ട പര്യടനം കഴിഞ്ഞതിന് ശേഷമാണ് മുരളി ഇവിടെ എത്തുന്നത്. ഇപ്പോഴും അതേ അവസ്ഥയാണുള്ളത്. പക്ഷേ അതിനെ മറികടക്കാൻ സാധിച്ചു. ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവും അല്ലെങ്കിൽ അവരുടെ ഒരു സംവിധാനം വെച്ചിട്ട് അവർക്ക് അങ്ങനെയാണ്, ഒരു ഓളമാണ് ഏറ്റവും ആദ്യം. അതിൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ച് പിന്നീട് സെറ്റ് ചെയ്യാനും താഴേക്കിടയിലേക്ക് പോകാനും കൂടി സാധിക്കും. ഇനി ഷാഫിയും വീടുകൾ കയറി പ്രചരണത്തിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് ഞാൻ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് പോവേണ്ടത് അത് തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട് രീതികളും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്, അത് ഏത് തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ന്യൂനപക്ഷ സ്വാധീനമുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലോ ഈ മണ്ഡലത്തിൽ. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാവായതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള പിന്തുണ അത് കൂടുതലായി ലഭിക്കും മുരളി ഉണ്ടായിരുന്നതിനേക്കാൾ എന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഷംസീർ മുല്ലപ്പള്ളിയും മത്സരിച്ച ഘട്ടത്തിൽ പോലും ഈ TP വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പോലും ഷംസീറിന് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചിരുന്നു, ആ മേഖലകളിൽ നിന്ന് നല്ല വോട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ അത് പാർട്ടി നോക്കിയല്ല, മുസ്ലിം നാമധാരി എന്നുള്ളത് ഒരുപക്ഷെ ആ രൂപത്തിൽ വോട്ട് ലഭിക്കാനുള്ളൊരു കാരണമാകുമോ? ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നുകൂടി ലഭിക്കാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിന് സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. ഷംസീർ പരാജയപ്പെട്ടത് ഏകദേശം 5000 വോട്ടിൻ്റെ ഇതിലാണ് ഷംസീർ പരാജയപ്പെട്ടത്. നല്ല രീതിയിൽ ആ കാൻഡിഡേറ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു, നല്ല രീതിയിൽ വോട്ട് പിടിച്ചിരുന്നു, അതൊരു സാധ്യതയാണ്. അതുപോലെ CA വിഷയം ഇപ്പോൾ കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിലിപ്പോൾ തെരുവിലിറങ്ങിയുള്ള സമരങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. അതിലിപ്പോൾ LDF ആണോ UDF ആണോ ന്യൂനപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന രൂപത്തിൽ ഒരു മത്സരം അതിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ എത്രത്തോളം UDF മുന്നേറുന്നുണ്ട്, ആ വിഷയം ഏറ്റെടുക്കുന്നതിൽ എത്രത്തോളം UDF മുന്നേറുന്നുണ്ട്? കാരണം ഇവിടെ സഭയിൽ മുമ്പ് ഈ വിഷയത്തിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരുമിച്ചുള്ള സമരം വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരുമിച്ച് സമരം സാധ്യമല്ല.
പക്ഷേ LDF-നേക്കാൾ UDF-നെ ഇക്കാര്യത്തിൽ വിശ്വസിക്കുമോ? കാരണം തുടർച്ചയായി ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന ഒരു സമീപനം കൂടി പ്രധാനമാണല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒറ്റക്കെട്ടായിട്ട് കേരളം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. അതിലിപ്പോൾ UDF എടുക്കുന്ന LDF എടുക്കുന്നതിലുള്ള ഒരു ചെറിയ ഒരു ഇലക്ഷൻ തന്ത്രമായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് കാണാൻ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവുക. കഴിഞ്ഞ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്ത ആളുകൾക്ക് നമ്മളെ നിയമസഭയിലൊക്കെ ഇവർ നിരന്തരമായി ഉന്നയിക്കും, കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം ഉന്നയിക്കുന്നായിരുന്നു കേസുകളൊക്കെ. ആ കേസുകളൊന്നും പിൻവലിക്കാനോ, കാരണം ഒരു നാടിന് വേണ്ടി അല്ലെ ഒരു ജനതയ്ക്ക് വേണ്ടി നടത്തിയ സമരങ്ങളായിരുന്നു. ആ സമരങ്ങളെയൊക്കെ നേരിട്ട രീതിയൊക്കെ ഒരു വ്യത്യസ്തമാണ്. BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ നടത്തുന്ന, ഇപ്പോൾ ഇന്നലെയൊക്കെ കണ്ടു നമ്മൾ കുട്ടികളെയൊക്കെ നേരിടുന്ന ഒരു രീതി, നരേന്ദ്രമോദിയുടെ പോലീസ് അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പോലീസ്. അപ്പോൾ അതേ സമീപനമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ അതിലൊരു ഇരട്ടത്തപ്പില്ലേ എന്നുള്ളത് തോന്നുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ നാട് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വനിതാ സംവരണ നിയമമായ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അത് പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ ഇനിയും സമയം വർഷങ്ങളെടുക്കുമെങ്കിലും അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന സമയം കൂടിയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ LDF-നേക്കാൾ കഷ്ടമാണ് UDF-ൻ്റെ സ്ഥിതി. ആകെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ സഭയിൽ നിങ്ങളിപ്പോൾ നിയമസഭയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 വനിതാ അംഗങ്ങളാണ്. അത് ഉമാ തോമസും രമയുമാണ്. രമ സഭയിലെ ഉറച്ച ശബ്ദം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ വനിതാ സംവരണം എന്ന ആശയം തന്നെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, പക്ഷേ എന്നിട്ട് പോലും കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഈ രൂപത്തിൽ ചുരുങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അതൊരു വലിയ വിഷയമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും സ്ത്രീകളുടെ വിഷയത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഈ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ ഈ പുരുഷന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തീരുമാനമെടുക്കുന്ന അവർ തന്നെയാണ്. ഇപ്പോൾ ഏത് പാർട്ടിയിലായാലും CPM-ലായാലും കോൺഗ്രസ്സിലായാലും ഒക്കെ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ അവർ പുരുഷന്മാരെ തന്നെ എത്തുന്നുള്ളൂ. ഈ പുരുഷന്മാർ തന്നെ തീരുമാനിക്കുന്നു, പുരുഷന്മാർ തന്നെ മത്സരിക്കുന്നു എന്നുള്ളിടത്തേക്കാണ് എത്തുന്നത്. അത് ഈ പ്രാവശ്യവും ഒരു വ്യത്യാസമാണ്. ഒരു വനിതയെ കൂടി എക്സ്ട്രാ നിർത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ആ ജാഗ്രത ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. LDF ആണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ സീറ്റ് തന്നെയാണ്. പുതുതായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് എറണാകുളത്ത് ഷൈൻ ടീച്ചറെ മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു കാരണവശാലും കിട്ടില്ല എന്നറിയുന്ന മണ്ഡലം തന്നെയാണ്. അപ്പൊ ജയിക്കുന്ന സ്ഥലങ്ങളിൽ പോലും നനയ്ക്കാൻ അതിൽ ഇടതു മുന്നണിയാലും വലതു മുന്നണിയാലും UDF LDF തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് കാണുന്നത്. ശൈലജ വടകര മത്സരിപ്പിക്കുന്നു. അതെ, വടകരയിൽ ശൈലജ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ശൈലജ, ഞാൻ പറയുന്നത് നിയമസഭയിൽ മത്സരിച്ച ഒരാളെ തന്നെയാണ് ഇവിടെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. പുതുതായിട്ട് ഒരു സ്ത്രീയെ കൂടി കൊണ്ടുവരുമായിരുന്നവർക്ക് എന്തിനാണ് ഇങ്ങനെ ഈ തരത്തിൽ പാർട്ടിക്ക് ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ മത്സരിപ്പിക്കുന്ന പുതിയ സ്ത്രീകളെ വരുന്നില്ലല്ലോ. നിങ്ങൾ 2 പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ടീച്ചർ നേരത്തെയുള്ള മുഖമാണ്, പുതിയ മുഖത്തിനെയൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല. ഈ ചാനൽ ചർച്ചകളിലെ മുഖമാകുന്ന ഒരു ഘടകമാകുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന നേതാക്കൾ പിന്നീട് സ്ഥാനാർത്ഥികളാകുകയും മത്സരിക്കുകയും MP-മാരൊക്കെ ആയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. M.A. ഷാനവാസിനെ പോലുള്ള നേതാക്കളൊക്കെ ആ രൂപത്തിൽ തന്നെ വന്നതാണ്. ഇന്ത്യ വിഷൻ കാലത്താണ് അദ്ദേഹം ചർച്ചകളിൽ തുടർച്ചയായി വരികയും അങ്ങനെയാണ് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഷമാ മുഹമ്മദ് എന്നൊരു കോൺഗ്രസ് നേതാവ്, ദേശീയ വക്താവ് തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ദേശീയ ചാനലുകളിലടക്കം പാർട്ടിക്ക് വേണ്ടി അതിശക്തമായി പോരാടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഷമാ മുഹമ്മദ് ആരുമല്ല എന്നാണ് ഇവിടെ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശരിയാണ്. ഇപ്പോൾ സീറ്റ് നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു മാന്യത കാണിക്കുകയും അവരെ അത് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടില്ല എന്ന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ക്ഷമയും പരസ്യമായിട്ടാണ് പറഞ്ഞത്, എന്നാൽ പോലും പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ വനിത, പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ ക്ഷമയൊക്കെ നമുക്കറിയാം നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു വനിത, ഏറ്റവും ശക്തയായ ഒരു വനിത തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ ഉള്ളിൽ അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ പാർട്ടി നേതൃത്വത്തിന് അവരെ കണ്ട് സംസാരിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിലപ്പുറത്തേക്ക് ചില പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നതൊന്നും ഒട്ടും ശരിയല്ല. അങ്ങനെ അവരുടെ ഒരു ആത്മവീര്യത്തെ നശിപ്പിക്കുന്നതൊന്നും ഒരു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതെന്തായാലും ആ പാർട്ടിയാണ് അതൊക്കെ ആലോചിക്കുന്നത്. എങ്ങനെയായാലും ഏത് വിഭാഗത്തിലായാലും സ്ത്രീകളോട് സംസാരിക്കുന്ന രീതിയിൽ സ്ത്രീകളുകളെ കാണുന്ന കാഴ്ചപ്പാട് അവിടെയാണല്ലോ നമ്മൾ ആ കുട്ടികളെയൊക്കെ ഒരു കാണുന്നതിലുള്ള ഒരു രീതിയാണ്, ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് തിരുത്താൻ പറ്റുന്നില്ല ഇപ്പോഴും എന്നുള്ളതാണ്. ഏത് നേതൃത്വത്തിലായാലും ഇപ്പോഴും ആ ബോധം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ് ഇതിൻ്റെ അധികാരികൾ. ആ അധികാരം വിട്ടൊഴിയാനോ അത് വിട്ടൊഴിയുമ്പോൾ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധം ഇപ്പോഴും ആണുങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല. മാറ്റം വേണം എന്ന് പറയുന്നത് എവിടെ മാറും എന്നുള്ളത്
ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ആ സമയത്ത് സംവരണമൊന്നും പാസ്സാകുമെന്ന് നമുക്കാർക്കും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവിടെയും ആണുങ്ങൾ നിയമമായി കഴിഞ്ഞു. പക്ഷെ അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട്. സെൻസസ് വേണം, അത്തരം കാര്യങ്ങളുണ്ട്. മണ്ഡല പുനർനിർണ്ണയം നിയമം മാത്രമല്ല, നിയമം വന്നതുകൊണ്ട് മാത്രം അത് അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കണം, അതിനെ നടപ്പാക്കുന്ന പ്രായോഗികമായിട്ടിലേക്ക് വരണം. അതിലേക്ക് വന്നിട്ടില്ലല്ലോ. അതിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് അടുത്ത കാലത്തൊന്നുമില്ല. അതിന് സെൻസസ് ഏത് കാലത്ത് നടക്കാനാണ്? എന്തിനാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വെച്ചത്? വേണ്ടല്ലോ. സെൻസസ് നടന്നിട്ട് ഇത് നടത്തുമെന്നുള്ള ചില ഇതൊക്കെ അതിനകത്തേക്ക് വെച്ചതൊക്കെ അത് നടപ്പാക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ സ്ത്രീകളുടെ വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമേ BJP ഗവൺമെൻറ്റും കാണിയുന്നുള്ളൂ എന്നാണ് ഞാനതിൽ മനസ്സിലാക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമായിട്ട് എനിക്കതിനെ കാണാൻ കഴിയൂ. അല്ലാണ്ട് അത് ആത്മാർത്ഥമായിട്ട് സ്ത്രീകൾ രംഗത്തേക്ക് വരണം എന്ന് വിചാരിച്ചുള്ള ഒരു നിയമമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പക്ഷേ വനിതകൾ ഒരുപാട് വന്നു കഴിഞ്ഞല്ലോ. ഒരു ഘട്ടത്തിൽ അത് പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്ന പരിഹാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ 50% സംവരണ കാര്യത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ അത് ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പതുക്കെയാണെങ്കിലും അത് സാധ്യമാകുന്നില്ലേ? സാധ്യമാകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ നോക്കൂ, ഇപ്പം പിന്നെ പോരാട്ട വീതികളിൽ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് സ്ത്രീകളുടെ ഒരു ഇടപെടൽ പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല. എന്തൊരു ബോൾഡായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അത് ഈ സംവരണം ഒന്നും നോക്കിയിട്ടല്ല, അല്ലാതെ തന്നെ ഊർജ്ജസ്വലമായിട്ട് വരാനും കാര്യങ്ങൾ പഠിക്കാനും ഇടപെടാനുമുള്ള കഴിവുള്ള ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പേര് മാറ്റം. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ നമുക്കറിയാം, മിക്ക പഞ്ചായത്തുകളിലും ഭരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് എത്ര കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നറിയുമോ? വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് എല്ലാ മേഖലകളിലും അവർക്ക് സ്വയം ഇപ്പോൾ പൊതുരംഗത്തുള്ള ഇപ്പോൾ രാഷ്ട്രീയമായിട്ടില്ലാത്ത സ്ത്രീകൾ തന്നെ അവർ സംഘടിച്ച് പല പരിപാടികളും പ്രക്ഷോഭങ്ങളും നമ്മൾ നടത്തുന്നത് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം രംഗത്ത് സംവരണമല്ല, അത് തുല്യതയാണ്. അത് 50%. അതൊരു പ്രധാന വിഷയമാണ്. സംവരണമല്ല, തുല്യതയാണ്. അതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും പുതിയ തലത്തിലേക്ക്, അതൊന്നും ആണുങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല, സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് ചെയ്യുക. അപ്പോൾ കഴിവില്ലാഞ്ഞിട്ടോ ആശയങ്ങളില്ലായിട്ടുള്ളോ ഒന്നുമല്ല അവർ വരാതിരിക്കുന്നത്. അത് ഈ തരത്തിലുള്ള പിടിച്ചു വലിക്കലാണ്. പക്ഷെ അതിൽ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം എല്ലാ വിഭാഗത്തിൻ്റെയും ഭാഗത്തുണ്ട്. അത് അധികാരത്തിൽ മാത്രമല്ല, ഞാനത് പറയാം, അധികാരത്തിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും സ്ത്രീകൾ ആ തരത്തിൽ മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചൊരു ചോദ്യം. RMP ഇപ്പോൾ ഒരു ദേശീയ പാർട്ടി ആയിരിക്കുന്നു, RMPA ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പക്ഷേ നിങ്ങൾക്ക് വിഷയങ്ങളില്ല. യുടെ മരണം അല്ലെങ്കിൽ TP വധത്തിനപ്പുറം മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിലൊരു വികസിത സ്വഭാവം ഈ പാർട്ടിക്ക് സാധ്യമായിട്ടില്ല എന്നൊരു വിമർശനം ഒരു വശത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടത് സ്വഭാവമാണ്, ഇടതിൽ നിന്ന് പോയവരാണ്. അപ്പോൾ CPM ആണോ നിങ്ങളുടെ എതിരാളികൾ, അതോ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം ശക്തമായി എതിർക്കേണ്ട BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ട്? അപ്പോൾ BJP ആണോ എതിരാളികൾ എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അവിടെ എവിടെയാണ് RMPA ഉള്ളത്? ഒരു സംശയമില്ല, മുഖ്യ എതിരാളി CPM BJP തന്നെ. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഞ്ചാബിലായാലും മഹാരാഷ്ട്രയായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ അതിശക്തമായ പ്രശ്നങ്ങൾ നമ്മളിങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളൂ, മീഡിയാസ് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർഷക സമരം നടക്കുന്ന സമയത്ത് പഞ്ചാബിൽ വലിയ സമരങ്ങളാണ് RMPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് BJPക്ക് എതിരായിട്ടുള്ള ശക്തമായ, അവിടെ CPM അല്ല, CPMനെതിരെ അവർ സംസാരിക്കുന്നേ ഇല്ല. കേരളത്തിൽ മാത്രമേ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഞങ്ങളെ ഈ തരത്തിലേക്ക് ഇല്ലായ്മ ചെയ്ത ഒരു പാർട്ടിക്കെതിരായിട്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ, ആ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ. പക്ഷേ എല്ലായിടത്തിലും വർഗീയ ഫാസിസത്തിനെതിരെ തന്നെയാണ് സമരങ്ങൾ നടത്തുന്നത്. അതാണ് മുഖ്യ എതിരാളി, അതിലൊരു തർക്കവുമില്ല. കേരളത്തിലും അത് തന്നെയാണ്, ഞങ്ങളുടെ മുഖ്യ എതിരാളി BJP തന്നെയാണ്. അതിലൊരു വ്യക്തമായ. പക്ഷേ ഇപ്പോൾ നിങ്ങളിപ്പോൾ UDFന്റെ ഭാഗമല്ല എന്ന്, UDFന്റെ നയങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല എന്നിപ്പോൾ രമ പറയുന്നുണ്ടല്ലോ. പക്ഷേ അപ്പുറത്ത് CPM ആണ് നിൽക്കുന്നത്. LDFന്റെ ഭാഗത്തെ ഏറ്റവും ശക്തമായ പാർട്ടി CPM ആണ്. അപ്പോൾ പല വിഷയങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും ഒരൊറ്റ TP എന്ന ഒരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് UDFന്റെ ഭാഗമായി അല്ലെങ്കിൽ UDFനെ അനുകൂലിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥയുണ്ടോ പാർട്ടിക്ക്? അല്ല, നിസ്സഹായ അവസ്ഥയല്ല അത്. ഒരു ഇപ്പം സത്യത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച INDAയുടെ മുന്നണിയുടെ ഭാഗമായി എല്ലായിടത്തും മത്സരിക്കുകയെന്നും എല്ലായിടത്തും അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അതിലിപ്പം CPM എവിടെ INDAയുടെ മുന്നണിയുടെ ഭാഗമല്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത്തരത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് RMPA എന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടായത് തന്നെ CPMലുള്ള ആന്തരികമായ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തെ നിലനിൽക്കാൻ അനുവദിക്കാത്ത രൂപത്തിലേക്കുള്ള ഫാസിസം ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. നിരന്തരമായിട്ട് ആ തരത്തിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾക്കൊരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് മറ്റ് പാർട്ടികളുടെ ചില സഹായങ്ങൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായിരുന്നു. അത് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ആശയപരമായിട്ടല്ല, നയപരമായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ആലോചന, അതിലിപ്പോൾ CMP ആയാലും RSP ആയാലും അങ്ങനെ കുറേ ഇടതു പാർട്ടികളുണ്ട്, ഇവരൊക്കെ ഒന്നിച്ച് ചേരണം എന്നുള്ള ഒരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ MCPI എന്ന് പറയുന്ന VB ചെറിയാൻ്റെ ഒരു വിഭാഗമായിരുന്ന ആളുകളുമായിട്ട് കേരളത്തിൽ ഞങ്ങളിപ്പോൾ അലയൻസിൽ ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഭാവിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വിശാലമാക്കണം എന്നുള്ളതിന് ഇടതുപക്ഷ പ്ലാറ്റ്ഫോം എന്നത് വേറിട്ട് നിൽക്കേണ്ടതല്ല. അത് ഇടതുപക്ഷം വേണം, ഇവിടെ ഇടതുപക്ഷം ഇല്ല. ഇപ്പോൾ CPM എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷമാണെന്ന് ഒരു കാരണവശാലും വിശേഷിപ്പിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഇടതുപക്ഷ ഇതിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഞങ്ങളെ സംബന്ധിച്ച് എളുപ്പമാണെന്ന് വിചാരിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇത് വളർന്ന് വലിയ പാർട്ടി നാളെ ഇത് ആകും എന്നുള്ള ഒരു വാദഗതികളുമില്ല. രാഷ്ട്രീയമാണ്, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പോലില്ല. പക്ഷേ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ആ നിലപാടിൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് പോകേണ്ട നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് പോകുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ കാലത്തും സ്ഥിരമാണ് എന്ന് ഞാൻ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നില്ല. അതും മാറും. അവസാനമായിട്ട് ഈ വടകരയിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കുമെന്ന് കരുതും? അങ്ങോട്ട് കയറാം. വടകരയിൽ എന്തായാലും ഒരു 100,000-ൽ പരം വോട്ടിൻ്റെ, ഒന്നിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിക്കും. അത് ഈ പ്രസംഗങ്ങളിൽ വരുന്ന ആളുകളുടെ കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ, അതല്ലാതെ എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? അല്ല, കണക്കെടുത്താൽ കിട്ടില്ലല്ലോ. കണക്കെടുത്താൽ പൂർണ്ണമായിട്ടും ഇടതുപക്ഷ മണ്ഡലങ്ങൾ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്ന താഴേക്കിടയിലുള്ള അണികൾ, അതിൽ CPMൻ്റെ ആളുകൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഈ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം താഴേക്കിടയിലുണ്ട്. നിങ്ങളിപ്പോൾ ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്, കേന്ദ്രത്തിന് എതിരായിട്ടാണ് എങ്കിൽ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ജനങ്ങൾക്ക് പെൻഷൻ കിട്ടാതെ വലയാന്നേ, എത്ര ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത, ഇപ്പോൾ ഓരോ വീടുകളിൽ നിങ്ങൾ പോയി നോക്കണം, മരുന്ന് വാങ്ങാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ആരാണിത് കേൾക്കുന്നത്? 13 മാസത്തിലായി തൊഴിലാളി ക്ഷേമനിധിയിലുള്ള പെൻഷൻ കൊടുത്തിട്ട് 13 മാസം കഴിഞ്ഞു. അവർ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അവരടയ്ക്കുന്ന അംശാദായത്തിൽ നിന്ന് കിട്ടേണ്ട പെൻഷൻ അത് കൊടുക്കുന്നില്ല. ക്ഷേമനിധി പെൻഷൻ 7 മാസത്തിലധികമായി കൊടുക്കാൻ ബാക്കിയാവുകയാണ്. ഈ കുടുംബങ്ങൾ എന്ത് ചെയ്യും? വിലക്കയറ്റം വലിയ തോതിൽ ബാധിക്കുകയാണ് താഴെത്തട്ടിൽ. നമുക്ക് മുകളിൽ നോക്കിയാൽ ഒന്നുമില്ല, ഏറ്റവും അടിത്തട്ടിൽ ആളുകളെ എടുത്തു നോക്കിയാൽ അവരുടെ ഒരു വലിയ വിഭാഗം ഭയങ്കര പ്രതിസന്ധിയിലാണ്. ആ വികാരം താഴെത്തട്ടിലുണ്ട്. ആ കണക്ക് വെച്ച് തന്നെയാണ് നിങ്ങൾ ഇപ്പം സ്മൃതിയൊക്കെ വേണമെങ്കിൽ താഴെ ആളുകളുടെ ഒരു സെലക്ട് ചെയ്ത് ആളുകളെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യരുത്. അല്ലാതെ എല്ലായിടത്തിലും ഇറങ്ങി നിന്ന് ആളുകളോട് സംസാരിച്ചാൽ CPMലുള്ള ഭൂരിഭാഗം ആളുകൾ പോലും ഈ ഒരു വികാരം പ്രകടിപ്പിക്കുകയാണ്. അതൊരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അത് വലിയ തോതിൽ പ്രതിഫലിക്കും. സർക്കാർ വിരുദ്ധ സംസ്ഥാന സർക്കാരിനെതിരായ എതിർ വികാരമാണ് പ്രതിഫലിക്കുക. അതെ, പൂർണ്ണമായിട്ടും അത് തന്നെയാണ്. ഈ വർഗീയ ഫാസിസമൊക്കെ അതിന് ശേഷമേ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്ത് ഭരണം, എങ്ങനെ ആളുകൾ ഉണ്ടായിട്ട് കാര്യം? നമുക്ക് ഈ വലിയ ജാഥകൾ നടത്തി നവകേരള സദസ്സൊക്കെ നടത്തിപ്പോയത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വയറ്റിലേക്ക് ഒന്നും കിട്ടില്ല. ആ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ വികാരം വലിയ തോതിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമാണ് നമ്മളൊക്കെ പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷം അല്ല ഇവിടെ വരാൻ പോകുന്നതെന്നും ഈ ഷാഫി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നൊരു അന്തരീക്ഷമാണ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതും കൂടിയാണ്. ശരി, UDFലെ ഏറ്റവും ഉറച്ച ശബ്ദം വനിതാ ശബ്ദമാണ് KK രമ. അപ്പോൾ വടകരയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായ വികാരം അതിശക്തമാണെന്നും അത് വടകരയിൽ കുറച്ചുകൂടി പ്രതിഫലിക്കുമെന്നും ഷാഫി പറമ്പിൽ 1.5 ലക്ഷത്തിൽ അധികം വോട്ട് നേടി വിജയിക്കുമെന്നുള്ളതാണ് രമയുടെ പ്രവചനം. നമുക്ക് നോക്കാം, കാത്തിരിക്കാം.